All of you stand up. Attention! Prayer. In the name of God, most gracious, most merciful, praise be to God, Lord of the world, the beneficent, the merciful, honor of the day of judgment. Thee alone we worship, thine help we seek. Show us the straight path, the path of those whom thou hast favored, not the path of those who earn your anger, nor of those who go astray. A very warm, joyful welcome to our respected chief guests, dignitaries on the dais, beloved teachers, proud parents, and my dear friends. It gives me immense pleasure to welcome all to the annual day celebration of our school, Hivaga 2K26. Hivaga is not just a celebration, it is a reflection of our hard work, creativity, discipline, and dreams. Today is a day where talent meets opportunity and memories are made. Now, to formally welcome our esteemed gathering, I invite Mr. Mujib Walasi, the director of Mount Hira International School and the councillor of... Sir, please. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ പ്രൗഢഗംഭീര ചടങ്ങിൻ്റെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കോട്ടക്കൽ നിയോജക മണ്ഡലം അഭിവന്ദ്യനായ MLA നമ്മുടെ സമാദരണീയനായ ആബിദ് ഹുസൈൻ തങ്ങൾ, പ്രിയപ്പെട്ട വളാഞ്ചേരി നഗരസഭയുടെ ചെയർപേഴ്സൺ ഹസീന വട്ടോളി, അതുപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ പ്രിയപ്പെട്ട മൊയ്തീൻകുട്ടി, പ്രിയപ്പെട്ട കൗൺസിലർമാർ സിദ്ദീഖ് ഹാജി, റാഷിദ് മച്ചിഞ്ചേരി, അതുപോലെ തന്നെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സൗമ്യ പ്രശാന്ത്, ഈ ചടങ്ങിൽ പങ്കെടുക്കാം എന്നേറ്റ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ മുൻ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ, അതുപോലെ തന്നെ വേദിയിലുള്ള സമാദരണീയരെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, അധ്യാപകരെ, പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഇന്നത്തെ ദിവസം നമ്മുടെ വാർഷിക പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മൗണ്ട് ഹിറ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ വാർഷികാഘോഷങ്ങൾ എല്ലാ വർഷവും വളരെ ഗംഭീരമായി ഇതുപോലെ ജനകീയമായി നടത്തുന്ന വാർഷികാഘോഷ പരിപാടികളാണ്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആ അർത്ഥത്തിൽ തന്നെ മികവുറ്റതായി മുന്നോട്ട് ഗമിക്കുകയാണ്. ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന
പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒരു പരിവർത്തനത്തിൻ്റെ പുതിയ പാതയിലേക്ക് നമ്മളെ സ്കൂള് കടന്നു വരുന്നൊരു സാഹചര്യമാണുള്ളത്. വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി വളരെ കൃത്യമായി കരുതലോടെ ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു മാനേജിംഗ് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ അതിനുവേണ്ടി നിതാന്തമായി ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന അധ്യാപകരുമൊക്കെ കൂടുമ്പോഴാണ് ഒരു സ്ഥാപനം അതൊരു വിദ്യാഭ്യാസ പുരോഗതിയുടെ സ്ഥാപനമായി മാറുന്നത്. ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ധാർമ്മിക വിദ്യാഭ്യാസവും കൂടി കലർത്തിക്കൊണ്ട് സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ പാത തെരഞ്ഞെടുത്തുകൊണ്ടാണ് മൗണ്ട് ഹിറ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ ജൈത്രയാത്ര തുടരുന്നത്. കുറേയേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഒരു സ്ഥാപനമാകുമ്പോൾ അതിൻ്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടമാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കുറിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പുതിയ കാലത്തെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. പുതിയ കാലത്തെ വിദ്യാഭ്യാസം, പുതിയ കുട്ടികളെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണമെന്നതിനെക്കുറിച്ചൊക്കെ വളരെ ഗൗരവമായി ചിന്തിക്കുകയും അതോടൊപ്പം തന്നെ നൂതനമായ ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ആ അർത്ഥത്തിൽ മൗണ്ട് ഹിറ കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ട് കാലമായി നമ്മുടെ സമൂഹത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. കേവലം സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ഒരാശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അക്കാദമിക് വിദ്യാഭ്യാസത്തിൻ്റെ വലിയ മേന്മകളൊന്നും പറയാനില്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മുടെ നാട്ടിലെ കുറച്ച് ആളുകൾ ചേർന്ന് വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതി മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ സ്ഥാപനം അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ വരുന്ന കുട്ടികൾ, നമുക്കറിയാം ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കീഴിലുള്ള മദ്രസ പഠനം വളരെ വിപുലമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അവിടെ വാഫിമാർ, പ്രത്യേകമായി നമ്മൾ വാഫിമാരെ വെച്ചുകൊണ്ടാണ് മദ്രസ സ്ഥാപനം ഇവിടെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 4-5 വർഷക്കാലമായി ഈ കുറുമ്പത്തൂർ റേഞ്ചിൽ തന്നെ ഏറ്റവും കൂടുതൽ +, നേടിയ വിദ്യാർത്ഥികൾ എവിടെയെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് മൗണ്ട് ഹിറയിൽ മാത്രമാണ് എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ധാർമ്മിക വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ മൂല്യബോധമുള്ള വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങൾ അതും സുതാര്യമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഗവൺമെൻറ് തലത്തിൽ നിന്ന് കിട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അതിനൊക്കെ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾക്കറിയാം നമ്മുടെ പ്രദേശം, ആ പ്രദേശത്ത് തന്നെ LP UP സ്ഥാപനങ്ങൾ തൊട്ടടുത്തില്ല, അടുത്ത പഞ്ചായത്തുകളിലാണുള്ളത്. നമ്മളെ മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ പോയാൽ മാത്രമേ LP UP സ്ഥാപനങ്ങളൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് പ്രിയങ്കരനായ MLA ഒക്കെ ഇവിടെ ഉണ്ട്. അടുത്ത കാലത്തൊക്കെ നമുക്കതിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു അംഗീകാരമൊക്കെ കിട്ടി മുന്നോട്ട് പോകേണ്ട സാഹചര്യത്തിൻ്റെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ DDOയുടെ മേശപ്പുറത്തുണ്ട്. നമുക്കത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ സ്ഥാപനം നമുക്കത്ര വലിയ ഒരു ആക്സിസ് ഉള്ള, മാത്രമല്ല നാഷണൽ ഹൈവേയിൽ നിന്ന് കേവലം 700 മീറ്ററാണ് അകലെയാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത്. 5-6 ഏക്കറിനടുത്ത് നമുക്ക് സ്ഥലവും ഉണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്കിത് വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനമാക്കി ഉയർത്താൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ പുതിയ വിദ്യാഭ്യാസ കാലഘട്ടം അങ്ങനെയാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്താണ് ജീവിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്തു കൂടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എത്രത്തോളം ഉണ്ട് എന്ന് അതിനെക്കുറിച്ചൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ പോലും നമ്മുടെ സ്ഥാപനത്തിൻ്റെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
സ്മാർട്ട് ക്ലാസ് റൂമുകൾ കേവലം സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറ്റാതെ അതിന് കൃത്യമായ പുതിയ കാലത്തെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അക്കാദമിക തലമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സിലബസ് ICSE സിലബസാണ്. ഈ പ്രദേശത്ത് ICSEന്റെ സിലബസിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം നമ്മുടെ സ്ഥാപനം മാത്രമേ ഉള്ളൂ. നമ്മൾ കൃത്യമായിട്ട് കുറേയേറെ കുട്ടികളെ എടുക്കാതെ വളരെ കൃത്യമായി കുറച്ച് കുട്ടികളെ മാത്രം എടുത്തുകൊണ്ട് അവർക്ക് നല്ല വിദ്യാഭ്യാസം 7ാം ക്ലാസ് വരെ കൊടുക്കുക എന്നുള്ളതാണ്. 7ാം ക്ലാസ്സിൽ നിന്ന് പിന്നെ പോകുന്ന കുട്ടികൾ നല്ല സ്ഥാപനങ്ങളിൽ പോയി അവിടെ നിന്ന് നല്ല രീതിയിൽ ഉന്നതമായ വിജയം നേടുന്ന കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പുറത്തുപോയ കുട്ടികൾ എത്രയോ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കൃത്യമായിട്ട് ആദ്യം തുടങ്ങുന്ന LKG മുതൽ 7ാം ക്ലാസ് വരെ വളരെ കണ്ടന്റായി കൃത്യമായി ക്ലാരിറ്റിയോടുകൂടി ധാർമ്മിക വിദ്യാഭ്യാസവും അത് സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസവുമാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് തുടരേണ്ടതുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനം, ഈ സ്ഥാപനം യശസ്സിൻ്റെ ഉയർത്തിക്കൊണ്ട് നമ്മൾ ഏറ്റവും നല്ല ഉന്നതമായ സ്ഥാപനമാക്കി മാറ്റേണ്ടതുണ്ട്. അതിന് പ്രിയപ്പെട്ട എല്ലാ രക്ഷിതാക്കളുടെയും അകമടിഞ്ഞ പിന്തുണയും സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ സമയത്ത് ഞാൻ പറയുന്നത്. നമ്മുടെ പ്രിയങ്കരനായ MLA നിരവധി പരിപാടികൾക്കിടയിലാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പരിപാടിയിലേക്ക് എത്തിയിട്ടുള്ളത്. നിരന്തരം നമുക്ക് എല്ലാ പരിപാടികളിലും MLAയുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് പ്രിയപ്പെട്ട MLA. മാത്രമല്ല, വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യങ്ങളും അതിൻ്റെ സത്തയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു MLA കൂടിയാണ്. കോട്ടക്കൽ മണ്ഡലത്തിൽ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും വിഭിന്നമായി സ്റ്റെപ്സ് എന്നൊരു പദ്ധതി MLAയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം 15-ാം തീയതി USS, LSS, NMMS അടക്കമുള്ള കുട്ടികൾക്ക് പ്രത്യേകമായി കോച്ചിങ് നൽകുകയാണ്. അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ വളരെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മണ്ഡലത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് പ്രിയപ്പെട്ട MLA കരുതലോടുകൂടി നീങ്ങുന്നത്. നമുക്കറിയാം, ഫറൂഖ് കോളേജിലെ അദ്ദേഹം അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഹെഡായിക്കൊണ്ട്, സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് അവിടുത്തെ ആ കാലഘട്ടത്തിൽ തന്നെ വിദ്യാഭ്യാസ മൂല്യത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കിയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. കോട്ടക്കലിൻ്റെ ജനനായകനായതിനു ശേഷം നിരവധിയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തിൽ തന്നെ നിരവധി തവണ അദ്ദേഹം ഈ സ്ഥാപനത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് സമാദരണീയനായ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കോട്ടക്കലിൻ്റെ ജനകീയനായ MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ അവറുകളാണ്. അദ്ദേഹത്തെ സ്നേഹാദരത്തോടുകൂടി മൗണ്ട് ഹിറ ഇന്റർനാഷണൽ സ്കൂളിന് വേണ്ടി, പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ വളാഞ്ചേരിയുടെ ചെയർപേഴ്സൺ, കഴിഞ്ഞ വർഷവും കഴിഞ്ഞ 5 വർഷക്കാലവും നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഇപ്പോൾ പുതിയൊരു സ്ഥാനത്തേക്ക്, ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കടന്നു വന്ന അഭിവന്ദനവും സമാദരണീയയുമായ പ്രിയപ്പെട്ട വളാഞ്ചേരി നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീ ഹസീന വട്ടോളി ഈ ചടങ്ങിൽ ചീഫ് ഗസ്റ്റായി അതുപോലെ തന്നെ ഗസ്റ്റായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഹസീന വട്ടോളിയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, ഈ സ്ഥാപനത്തിന് വേണ്ടി സ്നേഹപൂർവ്വം സ്നേഹാദരത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരായ നമ്മുടെ കൗൺസിലർമാർ, പ്രിയപ്പെട്ട സിദ്ദീഖാജി, അദ്ദേഹം നമ്മുടെ സ്കൂളിൽ നിൽക്കുന്ന സ്ഥാപനത്തിൻ്റെ കൗൺസിലറും ഈ സ്ഥാപനത്തിൻ്റെ ഒരു ഡയറക്ടർ കൂടിയാണ്. പ്രിയപ്പെട്ട സിദ്ദീഖാജി എല്ലാ അർത്ഥത്തിലും ഈ സ്ഥാപനത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സർവാദരണീയത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രിയങ്കരനായ നമ്മുടെ തൊട്ടടുത്ത കൗൺസിലർ റാഷിദ് മച്ചിഞ്ചേരി, നമ്മളെ സ്കൂളിൽ നിൽക്കുന്നത് റാഷിദിൻ്റെ വാർഡിലാണ് നിൽക്കുന്നത്. ആ വാർഡിൻ്റെ കൗൺസിലർ കൂടിയായ പ്രിയപ്പെട്ട റാഷിദ് മച്ചിഞ്ചേരി സഹപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് പ്രിയങ്കരനും സമാദരണീയനുമായ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ കൂടിയായ പ്രിയപ്പെട്ട TM മൊയ്തീൻകുട്ടി സാഹിബാണ് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാമെന്നേറ്റ പ്രിയപ്പെട്ട അഷ്റഫ് അമ്പലത്തിങ്കൽ, അദ്ദേഹം എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗസ്റ്റായി പങ്കെടുക്കുന്ന വളാഞ്ചേരിയുടെ SHO, പോലീസിലെ SHO ആയി പ്രവർത്തിക്കുന്ന വിനോദ് വലിയാത്തോർ, അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ഡയറക്ടർ കൂടിയായ ബഷീർ KK, അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ
ഈ നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോകുന്ന സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ സൗമ്യ പ്രശാന്ത് അവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സ്ഥാപനത്തിൻ്റെ ഇസ്ലാമിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് അൻവർ സാദിഖ് വാഫി അവരെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ നമുക്കിനി ഇവിടെ വളരെ മനോഹരമായി സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന, കുറച്ചു കാലങ്ങളിലായിട്ട് വളരെ സജീവമായി നിൽക്കുന്ന ഒരു പ്രിയങ്കരായ വ്യക്തിത്വം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ സിംഗറും സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസർ കൂടിയായ പ്രിയപ്പെട്ട റംഷാദ് അമൻ മംഗല്ലൂർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യണം. അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് നമ്മുടെ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മൗണ്ട് ഹിറയുടെ ഈ കുടുംബത്തിലേക്ക് സ്നേഹാദരത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നിരവധിയായ ആളുകൾ ഇവിടെ സദസ്സിലും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യണേ. പ്രത്യേകമായിട്ട് നമ്മുടെ സ്ഥാപനത്തിലെ സ്റ്റാഫ്, അവരാണ് ഈ സ്ഥാപനത്തിന് മുന്നോട്ട് നയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആളുകൾ. അവരെ പ്രത്യേകമായി എല്ലാ സ്റ്റാഫിനെയും ടീച്ചേഴ്സിനെയും ഡൈവേഴ്സിനെയും എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ PRO, എല്ലാ അർത്ഥത്തിലും ഇതിൻ്റെ പ്രവർത്തനങ്ങളും മുന്നോട്ട് നയിക്കുന്ന നിസാർ ഇതിൻ്റെ PRO കൂടിയാണ്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്നേഹാദരത്തോടുകൂടി സ്വാഗതം ചെയ്യാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ രക്ഷിതാക്കൾ, കുട്ടികൾ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അഭിവന്ദനം സമാദരണീയനുമായ നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ പ്രിയപ്പെട്ട TM മൊയ്തീൻകുട്ടി അവരെ സ്നേഹാദരത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. Thank you, sir, for those inspiring and motivating words. Now